ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ പിരിച്ചുവിട്ട് സർക്കാർ. കെ ശ്രീലാലിനെതിരെയാണ് നടപടി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് ഈ നടപടിക്ക് കാരണമായി പറയുന്നത്? ഈ തട്ടിപ്പ് എങ്ങനെയാണ് വെളിച്ചത്ത് വരുന്നത്? ആ തട്ടിപ്പിന്റെ സ്വഭാവം എന്തായിരുന്നു? വിശദാംശങ്ങൾ എങ്ങനെ ഷഫീദ്? റിജിത്ത, അസാധാരണമായ ഒരു 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 നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അസാധാരണത്തിനപ്പുറത്തേക്ക് അപൂർവമായ ഒരു നടപടി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അതായത് പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ശ്രീലാലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ശ്രീലാല് 2019-2020 കാലത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അങ്ങനെ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അതേ ഓഫീസിൽ അറ്റൻഡർ, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്ത അഭിജാത് പി ചന്ദ്രൻ എന്നയാൾ ഉൾപ്പെടെ 8 പേരിൽ നിന്നായി 25 ലക്ഷത്തോളം രൂപ നേരിട്ടുവെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സർക്കാരിന് ലഭിച്ചു. സർക്കാർ അതിനുശേഷം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഇയാൾക്കെതിരെ വിജിലൻസും ഇടുക്കി പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെ സർക്കാർ അടക്കം നടത്തിയ ആഭ്യന്തര പരിശോധനയിലും ഇയാൾ 3 പേരിൽ നിന്ന് ഏതാണ്ട് 1,50,000 രൂപയടക്കം വാങ്ങി. 8 പേർ പരാതിയുമായി ആദ്യ രംഗത്തെത്തിയെങ്കിലും പിന്നീട് പരാതിയിൽ ഉറച്ചു നിന്നത് 3 പേരാണ്. ആഭ്യന്തര പരിശോധനയിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായും അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ നടന്നതായും വ്യക്തമായി. തുടർന്ന് ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ അതിനുശേഷമാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തത്. അതിന് മറുപടിയായി ശ്രീലാൽ നൽകിയിട്ടുള്ളത് തൃപ്തികരമായ മറുപടിയല്ല, അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമല്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർവീസിൽ നിന്നിപ്പോൾ നീക്കാൻ, അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അടക്കമുള്ള റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ കുറച്ചുകൂടി ഗൗരവമുള്ള സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഉദ്യോഗസ്ഥനെതിരെ അപൂർവമായി മാത്രമാണ് സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുക. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത്. കെ ശ്രീലാലിനെതിരെയാണ് നടപടി. വിശദീകരണം തൃപ്തികരമല്ല എന്നതും പല തലത്തിൽ നടന്ന അന്വേഷണവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിലവിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. On the contingency plan, yes, at this point in time, we don't have, we are not, some of them did get in touch with us and we've advised them that, if you want to leave the country, the option is available because flights are running. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ സമിതി സുരക്ഷാ അവലോകനം നടത്തി. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സ്ഥിതിഗതികൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കാര്യങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ പുതിയ എന്തെങ്കിലും തീരുമാനമുണ്ടാകുന്നുണ്ടോ അച്യുതൻ? റീജിത്ത്, ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം, വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ ആശങ്ക, ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം വഷളാകുന്നതിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഈ ഒരു യുദ്ധത്തിൽ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇന്ത്യ നടത്തുകയുണ്ടായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് യുദ്ധ പശ്ചാത്തലത്തിൽ ഈ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം വച്ച് ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം ഇറാൻ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തിരിച്ചു മടങ്ങണമെങ്കിൽ ആ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജന്മനാട്ടിലേക്ക് എത്താം എന്നുകൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു യുദ്ധം നടന്ന സാഹചര്യത്തിൽ കുറച്ചുപേർ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 3000-ഓളം പേർ ഇന്ത്യക്കാർ ലെബനനിൽ മാത്രമുണ്ട്. 10,000-ഓളം പേർ ഇസ്രായേലിലുണ്ട്. ഈ 10,000-ൽ തന്നെ 5,000-ഓളം വരുന്നവർ അത് വിദ്യാർത്ഥികളാണ് എന്നൊരു കണക്ക് കൂടി വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നടക്കുന്ന യുദ്ധം അത് ഉചിതമല്ല, മറിച്ച് എല്ലാവരും ഒരു സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് മുൻപും ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അവലോകനം
അവലോകന യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. അതിൽ പ്രധാനമായും ഈ സാഹചര്യങ്ങൾ സംഘർഷ മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് എത്തേണ്ടവർക്ക്, ഇന്ത്യയിലേക്ക് എത്തേണ്ടവർക്ക് നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആർ അച്യുതൻ പങ്കുവയ്ക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഈ മാസം 15-16 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ അച്യുതൻ. റിജിത്ത്, ഈ പ്രധാനമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഈ അതിർത്തിയിലെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും അത് ഐക്യരാഷ്ട്രസഭയുടെ പല അസംബ്ലികളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംബ്ലികളിൽ ഇന്ത്യ നിലപാട് അറിയിച്ചതാണ്. അതായത് ഈ അതിർത്തികളിൽ ഭീകരവാദം അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അതായത് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് വിദേശകാര്യമന്ത്രിയും പ്രതിനിധി സംഘവും പോവുക. ഈ ഉച്ചകോടി നടക്കുന്നത് ഈ മാസം 15-16 തീയതികളിലാണ്. ഈ ഉച്ചകോടിയിൽ എസ് ജയശങ്കർ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘമായിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുക. എന്തായാലും അതും ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയെ പ്രതിനിധീകരിച്ച അതിരൂക്ഷമായ വിമർശനമാണ് പാകിസ്ഥാനെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പാകിസ്ഥാൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോഴിക്കോട് തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കാവിലുംപാറ മലയോരത്ത് ശക്തമായ മഴ പെയ്തതോടെയാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. മലയോരത്ത് കനത്ത മഴ തുടരുകയാണ്. കുറ്റ്യാടി ചുരം മേഖലയിലും ശക്തമായ മഴയാണ്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. അഭിജിത്ത്, വിവരങ്ങൾ. കുറ്റ്യാടി കാവിലുംപാറ മലയോര മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ട്. ശക്തമായ രീതിയിൽ ഇവിടെ മഴ പെയ്തതോടെയാണ് ഈ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. വലിയ പ്രശ്നം അല്ലെങ്കിൽ സ്ഥിതി ഗുരുതരമെന്ന് പറയാൻ പറ്റില്ല, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ അല്പസമയം മുൻപ് ഈ തൊട്ടിൽപ്പാലം പുഴയോരത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. കുറ്റ്യാടി ചുരം മേഖലയിലൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായി മഴ ഒഴിഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ മഴ പെയ്യുന്നുണ്ട്. നഗരമേഖലയിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് രാവിലെ മുതൽ കാണാനായി സാധിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴയുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. നിലമ്പൂരിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി അലി ഹുസനാണ് പിടിയിലായത്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്ത്? ശ്രീജിത്ത്, നിലമ്പൂരിലാണ് ഈ നടുക്കുന്ന ഒരു ക്രൂരത നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 5 വയസ്സ് മാത്രം. വിപിൻ സി വിജയനിലേക്ക് വരാം. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല. പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. അതിന്റെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPI പറഞ്ഞു, ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട്. അല്ല, സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം എന്റെ പൊന്നു ചങ്ങാതി എല്ലാം ഞാൻ സഭയിൽ ADGP വിഷയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും CPI എടുക്കാമെന്ന സമീപനം? അതൊക്കെ CPIക്കും LDFനും നല്ല നിലപാടുണ്ട്. LDFന്റെ ഭാഗമാണ് CPI. ആ CPIക്ക് LDFന്റെ കാഴ്ചപ്പാട് നയങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ അറിയാം. ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകാറായപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയെ കാണുന്ന വിവരവും പുറത്തു വരുന്നത്. എനിക്കറിയില്ല. അല്ല, അങ്ങ് തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ നിയമസഭയിലെ ഇപ്പൊ ADGP അജിത്കുമാറിനെതിരായ ആക്ഷേപങ്ങളോട് സഭയുടെ ഫ്ലോറിൽ വരുമല്ലോ. അപ്പൊ ഈ CPIയുടെ സമീപനം എന്തായിരിക്കും? ഒരു നിങ്ങൾ തിരക്ക് പിടിക്കല്ലേ? പൊതുസമീപനത്തിന്റെ ഭാഗമായിട്ട് മുന്നണി എന്നല്ല, കാരണം പൂരം കലക്കുമായി അല്ല, LDFന്റെ പുറത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം CPIക്കില്ല. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും.
അത് നമ്മൾ ഫോറിൽ കാണാം. ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് പരാമർശം മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായിരുന്നു. ത്തിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചു വെച്ചിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയ ശേഷം സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി അലി ഹുസൈനാണ് പിടിയിലായത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക് പോയത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, തുടരാം. വിപിൻ, റിജിത്ത്, ഇന്നലെയാണ് സംഭവം. ഇന്നലെ രാവിലെ ഈ 5 വയസ്സുകാരിയെ ചിപ്സ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രതിയായിട്ടുള്ള അലി ഹുസൈൻ ക്വാർട്ടേഴ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇങ്ങനെ പോയതിനു ശേഷം ഇയാൾ സ്വന്തം റൂമിലേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത്. പിന്നീട് കുഞ്ഞിന്റെ അമ്മയാണ് കുട്ടിക്ക് പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കുന്നതും അത് നാട്ടുകാരെയൊക്കെ അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം പോലീസ് എത്തി ഇയാളെ തെരഞ്ഞുവെന്നുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ക്വാർട്ടേഴ്സിന് സമീപം തന്നെ ഉള്ള ഒരു ഇരുമ്പ് പറയുടെ സമീപം ഇയാൾ ഒളിഞ്ഞു താമസിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രതി പിടിയിലാകുന്നത്. അയാളെ പോക്സോ വകുപ്പ് അടക്കം ചുമത്തി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ നില ഇപ്പോൾ ജില്ലാശുപത്രിയിലാണ്. തൃപ്തികരമാണ്. എങ്കിലും ജില്ലാശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞായിരുന്നു. ഇതിനു മുൻപും ഇതുപോലെ മിഠായി വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഇയാൾ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുടുംബങ്ങളൊക്കെ തമ്മിൽ തന്നെ ചെറിയ നല്ല ബന്ധമായതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിലും വലിയ അസ്വാഭാവികത വീട്ടുകാർക്ക് തോന്നിയിരുന്നില്ല. അലി ഹുസൈന് 53 വയസ്സാണ്. പ്രതി മറ്റ് സംസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് വിചാരണ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വേണമെന്നൊരു ആവശ്യം കൂടി പോലീസ് ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റീജിത്ത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. നിലമ്പൂരിലാണ് 5 വയസ്സുകാരി പീഡനത്തിന് ഇരയായത്. പ്രതി ഒഡീഷ സ്വദേശി അലി ഹുസൈൻ പിടിയിലായിട്ടുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. സെക്രട്ടേറിയറ്റിൽ നിന്നും എടുത്തുചാടി മഹാരാഷ്ട്ര ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സിർവാൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിന്റെ 3ാം നിലയിൽ നിന്നും ചാടിയത്. താഴെ കിട്ടിയ സുരക്ഷാ വലയിൽ കുരുങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ പ്രതിഷേധം? വിവരങ്ങൾ എന്താണ്? റിജിത്ത്, ഇന്ന് ഉച്ചയോടെയാണ് മഹാരാഷ്ട്രയുടെ സെക്രട്ടറി അസാധാരണ ഉണ്ടാവുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതിനു മുമ്പ് പരാതി പറയാനെത്തിയ പലരും ഈ ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴേക്കെടുത്ത് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഒരു സുരക്ഷാ നെറ്റ് കിട്ടിയത്. ഇത്തവണ എടുത്തു ചാടിയത് MLA-മാരാണ്. അവർ ആ സുരക്ഷാ നെറ്റിൽ വീണതുകൊണ്ട് അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ പറ്റിയില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ MLA-മാർ, അതായത് ഭരണപക്ഷത്തെ MLA-മാർ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്: ST വിഭാഗത്തിലേക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ധൻഗർ വിഭാഗത്തെ കൂടി ആ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നു, ST വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നു എന്നതാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന ഒരു തീരുമാനം. അത് ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും ധൻഖർ വിഭാഗത്തിന് ST പദവി നൽകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ സമുദായം വളരെ കാലമായി സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പുതിയ സമുദായത്തെ STയിലേക്ക് കൊണ്ടുവന്നാൽ നിലവിൽ ST വിഭാഗത്തിൽ സംവരണം ലഭിക്കുന്നവർക്ക് അത് മുന്നോട്ട് ആ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല എന്നതാണ് ആ വിഭാഗക്കാരുടെ പരാതി. അങ്ങനെയാണ് ST വിഭാഗത്തിലുള്ള ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തെ തന്നെ MLA-മാർ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധത്തിന് സെക്രട്ടേറിയറ്റ് തന്നെ തെരഞ്ഞെടുത്തത്. ഏതായാലും കാര്യമായി പരിക്കുകളൊന്നും പറ്റാത്തതുകൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് തന്നെ ഓഫീസുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാലും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മറാഠ സംവരണ പ്രക്ഷോഭം വലിയ തലവേദന ഉണ്ടാക്കിയതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ മറ്റൊരു സംവരണ പ്രതിഷേധം അത് ഭരണപക്ഷത്ത് തന്നെ ഉണ്ടാവുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് തിരിച്ചടിയാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. നടൻ മോഹൻരാജിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ കുടുംബ വീടിനോട് ചേർന്നാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി അഖിൽ ഷാൻ സാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ ഷാൻ സാർ, അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹം വിട പറഞ്ഞു പോവുകയാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് അഖിൽ ഷാൻ സാർ? സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ മോഹൻരാജിന്റെ ഭാര്യയും മകളും ചെന്നൈയിൽ നിന്നെത്തിയത്. ചെന്നൈയിൽ നിന്നെത്തിയതിനു ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ഉണ്ടായത്. എന്തായാലും അവസാന ഘട്ടത്തിലാണ് ഇവിടുത്തെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് 5:30 കൂടിയായിരുന്നു
മോഹൻരാജ് അന്തരിച്ചത്. കിരിക്കാടൻ ജോസ് എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇത് പറയേണ്ട ഒരു കാര്യം. കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രമാണ് കിരിക്കാടൻ ജോസ് എന്ന പേര് കൂടി നൽകിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്. 300ഓളം ചിത്രങ്ങളിൽ, അതായത് മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കാനും കൂടി ഭാഗ്യം ലഭിച്ച ഒരു നടൻ കൂടിയാണ് മോഹൻരാജ്. ആ മോഹൻരാജ് ആണ് മരിച്ചത്. വലിയൊരു നഷ്ടമായി തന്നെ പ്രധാനപ്പെട്ട നടന്മാരും ഒക്കെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരു വില്ലൻ കഥാപാത്രം, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാൽ കുറിച്ചൊരു കാര്യം. എന്തായാലും അവസാനഘട്ട ചടങ്ങുകളാണ് നിലവിൽ അദ്ദേഹത്തിന്റെ കാഞ്ഞിരംകുളത്തെ വീട്ടുവളപ്പിൽ നടക്കുന്നത്. ശരി, അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. നടൻ മോഹൻരാജിന്റെ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ദീർഘാവധിക്ക് നിയന്ത്രണം. ആശുപത്രി ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ദീർഘാവധി അനുവദിക്കില്ല എന്ന് മന്ത്രി എം. രാജേഷ് നിർദ്ദേശം നൽകി. ഉത്തരവാദിത്തരഹിതമായി അവധിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ജോലി ചെയ്യാതിരിക്കുക, ലീവ് എടുത്ത് പോവുക. ഇപ്പോൾ 3 മാസം വരെ ലീവ് എടുത്താലാണ് പകരം നിയമനം നടത്താൻ പറ്റുക. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മാസം ലീവ് എടുക്കും, പിന്നെ 2 ദിവസം വന്ന് ജോലി ചെയ്യും, വീണ്ടും ലീവ് എടുക്കും. ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നവരുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ, പദ്ധതി നടത്തിപ്പിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ്റെ പേരിലല്ലാതെ മറ്റൊരു തരത്തിലും ലീവ് അനുവദിക്കരുത് എന്നത്. അത്തരത്തിലുള്ള ദീർഘമായ ലീവുകളെല്ലാം റദ്ദാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അഖിൽ ഷാൻ സാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അഖിൽ ഷാ, ഇങ്ങനെയൊരു പ്രത്യേക നിർദ്ദേശമായി ഇറക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം അത് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അഖിൽ ഷാൻ സാർ? LSGD അദാലത്തുമായി ബന്ധപ്പെട്ട ഇന്ന് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു വിഷയം, ഈ ഉദ്യോഗസ്ഥർ, ഈ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ പലരും ഇത്തരത്തിൽ ദീർഘനാൾ അവധിയെടുത്ത് പോകുന്നു. 2-3 ദിവസം വീണ്ടും തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും ലോങ് ലീവ് എടുത്ത് പോകുന്ന ചില സാഹചര്യങ്ങൾ തദ്ദേശ വകുപ്പിലുണ്ട്. അതിനി ഒരിക്കലും വെച്ചു കുറിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള മുഴുവൻ ലീവുകളും റദ്ദ് ചെയ്യണം എന്നുള്ള നിർദ്ദേശവും തദ്ദേശ വകുപ്പിന് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റ് ആശുപത്രി ആവശ്യങ്ങൾക്കായുള്ള ലീവുകൾ മാത്രമേ, അല്ലെങ്കിൽ ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ലീവുകൾ മാത്രമായിരിക്കും ഇനി നൽകുക എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തരഹിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയിലേക്ക് വീണ്ടും. തൃശൂർ ATM കവർച്ചാ കേസിൽ പ്രതികളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ തെളിവെടുപ്പ് നടത്തും. മറ്റിടങ്ങളിലും കവർച്ചയ്ക്ക് സംഘം ശ്രമിച്ചു എന്നാണ് വിവരം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇവരൊരു ചെറിയ മീനുകളല്ല, വലിയ സംഘമാണ്. നേരത്തെയും നിരവധി തവണ സമാനമായ രീതിയിൽ തട്ടിപ്പിന് ശ്രമം നടത്തി. പലയിടത്തും ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. ഇനിയിപ്പോൾ പ്രതികളെ കേരള പോലീസിന് കൈമാറിയതോടുകൂടി തെളിവെടുപ്പിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങുന്നതോടുകൂടി പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സൂരജ്? ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണം എത്തിയിരിക്കുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അനുമതി തൃശൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഈ തമിഴ്നാട് പോലീസിൽ നിന്ന് കേരള പോലീസ് ഈ പ്രതികളെ ഏറ്റെടുക്കുന്നത് ഉണ്ടായത്. തുടർന്ന് തൃശൂർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 5 ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രതികളെ തൃശൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾ ഇരിങ്ങാലക്കുടയിലാണ് ആദ്യഘട്ടത്തിൽ ഒരു മോഷണം നടത്തിയത്. മാപ്രാണത്തെ SBIയുടെ ATM തകർത്ത് അവിടെ നിന്ന് പണം കവർന്ന് തിരികെ വരുന്നതിനിടയിൽ ചേർപ്പിൽ ഒരു മോഷണത്തിന് ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ചേർപ്പ് ATMനകത്തുണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ മോഷണത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നില്ല. ഇതോടുകൂടി ചേർപ്പിൽ മോഷണം നടത്തുക എന്ന ശ്രമം പ്രതികൾ ഉപേക്ഷിച്ചാണ് പിന്നീട് തൃശൂർ നഗരത്തിലെത്തി മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇനി ഏതൊക്കെ തരത്തിലായിരുന്നു ഇതിന്റെ മോഷണം സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ നടന്നത് എന്ന് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും 5 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതികളെ ലഭിച്ചിരിക്കുന്നു. നാളെ ഈ മോഷണം നടന്ന ATMകളിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തും. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്.